ആത്മാവ് പറയുന്നു, പുറപ്പെടാൻ റെഡിയായാൽ ഞാനും നിങ്ങളും ദൈവശബ്ദത്തിനോടൊപ്പം പുറപ്പെടാൻ റെഡിയായാൽ ദൈവം നമ്മുടെ നടുവിൽ ആ പ്രവൃത്തിയെ വെളിപ്പെടുത്തും. നോക്കിക്കേ, 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവർ കാത്തിരുന്നത് പ്രാപിക്കും വരെ അവരെന്ത് ചെയ്തു? അവിടെ തന്നെ ഇരുന്നു. ഇത് രാത്രി ആത്മാവ് പറയുന്നു, പുറത്തു പോകാതെ ആത്മാവെ ഒരുമിച്ച് നടക്കാൻ റെഡിയായാൽ, ഞാൻ നിങ്ങൾ പിന്തുടരാൻ റെഡിയായാൽ, ദൈവശബ്ദത്തിന് മുൻപിൽ പിന്തുടരാൻ റെഡിയായാൽ, ദൈവം പറയുന്നു, എനിക്ക് നിനക്കും വേണ്ടി ഇറങ്ങി വരുന്ന എന്നെ നിന്റെ ഹൃദയത്തിനകത്തെ ആഗ്രഹമനുസരിച്ച് ഇറങ്ങി വരാൻ കഴിവുള്ള ഒരു ദൈവസ്ഥാനത്ത് ചലിക്കാൻ പോകുകയാണ്. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം കർത്താവ് പറഞ്ഞ, യേശു പറഞ്ഞ വാക്കിനെ അവർ അങ്ങനെ തന്നെ ആഗ്രഹത്തോടെ കാത്തിരുന്നു, ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. അപ്പൊ നമ്മളോട് ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, പറയുന്ന വാക്കിനെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ റെഡിയാകണം. ഇത് രാത്രി ഇങ്ങനെ ഒരു മേഖല ഇതിനകത്ത് തുറക്കാൻ പോകുക. പ്രതീക്ഷയോടെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുക. ഓ, വിശ്വാസത്തോടെ കാത്തിരിക്കുക. ഇത് ദൈവാത്മാവ് ശക്തമായി പറയുക നിങ്ങളോട്. അനേക സാക്ഷികൾക്ക് നിങ്ങൾ ഭാഗമാക്കാകുമെന്ന് പറഞ്ഞാൽ, അനേക സാക്ഷികൾ പറയാൻ തക്കവണ്ണോ ദൈവം നിങ്ങളെ എടുത്ത് ഉപയോഗിക്കുമെന്ന്, അനേകരുടെ വിടുതലിനു വേണ്ടി എന്റെ ലൈഫിലെ വിടുതലാൻ ഞാൻ ജനത്തോട് പറയേണ്ടത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ഒരാളെ ഫേവർ ആയവരെ കർത്താവ് തൊടും. ആഗ്രഹത്തോടെ വാഞ്ചയോടെ ഇരിക്കുന്നവരെ തൊട്ടിരിക്കും. അതിന് യാതൊരു വ്യത്യാസവും ഇല്ല. ഏത് സമയവും ആഗ്രഹത്തോടെ ഇരിക്കും. എനിക്കിത് വേണം, അങ്ങനല്ലേ നമ്മൾ കണ്ട തിക്കുന്ന കഴുത്തില് യേശു വചനമായി യേശുവിന്റെ വചനം കേൾക്കാൻ ജനം തിക്കിക്കൊണ്ടിരുന്നത് പറഞ്ഞെ, മടുത്തിരുന്നതല്ല പറഞ്ഞെ. അപ്പൊ വചനം കേൾക്കാൻ ഒരു തിക്കലുണ്ടെങ്കിൽ ആ തിക്കുന്നവരെ കർത്താവ് കാണും. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഇത് രാത്രി പരിശുദ്ധാത്മാ പറയാ, ഈ ലൈവിൽ പോലും എന്ത് ചെയ്യാ, അനേകർ എന്ത് ചെയ്യാ, ഓടി 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 ഓരോ മേഖലയ്ക്ക് ആഗ്രഹത്തോടെ കയറി വരുക. ഈ ആഗ്രഹത്തോടെ വരുമ്പോ കറക്റ്റ് ഞാൻ പറയുന്ന ഒരു വാക്കായിരിക്കും അവർ പിടിച്ചു നിൽക്കുന്നത്. ആ വാക്കിൽ അവിടെ നിൽക്കും. അവിടെ നിൽക്കാനായിരിക്കും പറയുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സാക്ഷ്യത്തെ വഹിക്കാൻ എന്നോട് ദൈവം പറഞ്ഞു, സാധാരണ സാക്ഷ്യമല്ല കേട്ടോ, ജീവന്റെ സാക്ഷ്യം നിങ്ങളിലൂടെ അനേകർക്ക് ആശ്വാസമായി. എനിക്കറിയത്തില്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന്, പക്ഷെ ആത്മാവ് പറയുന്നു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നിന്നും പരിശുദ്ധാത്മാവ് ശക്തമായി അനേകർക്ക് ആശ്വാസമായി പരിശുദ്ധാത്മാവിനെ പുറപ്പെടുവിക്കുമെന്ന് ആത്മാവിനോട് തൊടാൻ പറയുന്നു. ആമേൻ. ഇതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. നോക്കിക്കേ, ഇവിടെ കാത്തിരുന്നവരുടെ നടുവിൽ അതങ്ങോട്ട് വന്നു പതിച്ചു. ഒറ്റ കുഞ്ഞിന്റെ മേൽ വന്ന് പതിക്കാതിരുന്നില്ല. നമ്മൾ പറയുന്നത് എന്തുവാ, ഈ വചനമൊക്കെ പറയുമ്പോ ഒരൊറ്റ ആളുടെ അടുത്ത് 40 പേരുണ്ട്. എന്നെ കൂടെ കൂട്ടി ഈ 40 പേരുടെ ഈ ലൈവിൽ കാണുന്നവരുടെ മേൽ ഈ വചനം ചെല്ലും. ഈ ശബ്ദം ഇങ്ങനെ ചെന്ന് പതിക്കും. ഈ ശബ്ദം ചെന്ന് പതിക്കുന്നെങ്കിൽ അവിടെ പതിച്ചിരിക്കും. 30, 60, 100 പേര് വരെ വിളയും വരെ, അതിന് ഫലം വരും വരെ ഈ വചനം എന്ത് ക്രിയ ചെയ്തോണ്ടിരിക്കും. ഈ വചനം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തോണ്ടിരിക്കും. നോക്കിക്കേ, അടുത്ത വാക്യങ്ങനെയാ പറയുന്നത്, എല്ലാവരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകുന്നത് പോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അപ്പൊ കാത്തിരുന്നത്, അവരെന്താണോ കാത്തിരുന്നത് അവരത് സംസാരിക്കാൻ തുടങ്ങി.
അപ്പൊ കാത്തിരിക്കുന്ന ചില റിസൾട്ടുകൾ നമ്മുടെ നാവിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങുമെന്ന്, ചില വാക്തത്വങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് പറയാൻ തുടങ്ങുമെന്ന്. കർത്താവ് എന്റെ ജീവിതത്തിൽ ഇന്നത് ചെയ്തെന്ന്, കർത്താവ് എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തെന്ന് പറയത്തക്കവണ്ണോ റിമന സതുന മനേജ്മെന്റിലെ പരിശുദ്ധാത്മ ശക്തമായി പറയുന്നു. അത്ഭുതത്തിന്റെ വലിയ പ്രവൃത്തികൾ ദിവസങ്ങളിൽ ചെയ്യാൻ പോകുകയാണ്. കാത്തിരിക്കുന്ന ചില ദൈവിക മഹത്വം കാണാൻ പോകുകയാണ്. റിമന സതുന എന്നോട് ദൈവമായിരുന്നു തീ വഹിച്ചോണ്ട് ഓടാൻ പോകുകയാണ്. ശമന റിമന ഹദര ജഗന റീമാന ശൈഡരാജന തീയുമായി ഓടാൻ പോകുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അഭിഷക്തന്മാരെ പരിശുദ്ധാത്മാ പറയുന്നു, തീയും കൊണ്ട് നിങ്ങളെ ഓടിക്കാൻ പോകുക. ഞാനിത് പറയുമ്പോ തന്നെ എന്റെ ശരീരത്തിൽ തീയായി. Amen. Hallelujah. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നല്ലോ, ഈ ആത്മതലവുമായി കണക്ട് ചെയ്തുകൊണ്ട് ആത്മനിയോഗത്തോടെ ഓടുന്ന ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുക. Amen. എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞു, ഈ ദൈവിക സാന്നിധ്യമായി കണക്ട് ചെയ്ത് ഈ സാന്നിധ്യം വിടാതെ പിന്തുടർന്ന ചിലതിനെ ആത്മാവ് ചലിപ്പിക്കുന്ന ദിനങ്ങളാണെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ദൈവത്തിന്റെ ദാസനുണ്ടി, ദൈവത്തിന്റെ ദാസന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ആത്മാവിനാൽ ചലിക്കാൻ പോകുകയാണ്, ആത്മാവിനാൽ നിങ്ങൾ സഞ്ചരിക്കാൻ പോകുകയാണ്. അതുര ജഗൽ കടക ശാഖന റിബന സഞ്ചരമ രേഖബ ഷൈഡ റമതുരി അതര ജഗൽ കടക ചലിക്കത്തില്ലാത്ത മേഖലക്കകത്തു നിങ്ങൾ ഇറങ്ങി നിൽക്കുമ്പോൾ ചലനം വരുമെന്ന് ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നല്ലോ. രേബ സാധനമ രേഖബ സഞ്ചര ചില ദൈവങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിശ്ചലമായി പോയ ചില മേഖലക്കകത്തേക്ക് സ്വർഗ്ഗം നിങ്ങളെ ഇറക്കി നിർത്താൻ പോകുകയാണ്. എന്നോട് അതിനോടനുബന്ധിച്ച് ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഒരു മോശയെ പോലെ വാഗ്ദത്തമുള്ള ജനത്തെ പുറത്തു കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ കണ്ടിരിക്കുന്നു എന്ന് ആത്മാവിനോട് പറയുന്നു. റിമന സഞ്ചര അതുപോലെ നിങ്ങൾ ചലിപ്പിക്കുമെന്ന്. ഓ രാശസ്മാന രമന സൈദരാജന റീഖബ ശതുര ഓ റിബല ഹദിരമന സഞ്ചരമ രേഖബ ഷൈഡ രഗൽ കടക യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തങ്ങൾ പുറത്തു വരട്ടെ, വാഗ്ദത്തങ്ങൾ പുറത്തു വരട്ടെ. അടുത്തത് ഉച്ചരിക്കത്തക്കവണ്ണവർ പറഞ്ഞു തുടങ്ങി. അതിനർത്ഥം തുടങ്ങിയ പിന്നെ നിർത്തത്തില്ലെന്ന്. ഇതിനകത്ത് തുടങ്ങിയ പിന്നെ നിർത്താൻ പാടാന്ന്. ആത്മാവിൽ തുടങ്ങിയ പിന്നെ നിർത്താൻ ഭയങ്കര പാടാണെന്ന്. ശമന രഗത റിഗത റീഖബ ശണ്ടരവ റീമന സൈഡരാജന ആത്മാവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തെ സുബസിസ്റെ ആത്മാവിൽ സ്വീകരിച്ച് അർത്ഥന ജഗസ്മന റമന ധിഗന ധിരകൾ കടക ഒറബ സന്തുന സൂസൻ പരിശുദ്ധാത്മ പറയുന്നു, ദേവദാസി ആത്മാവിൽ സ്വീകരിച്ച് അലക്സാണ്ടർ റീമാന ഷൈഡ മനാസി അതര ജഗന വൈഡ ബ്രവത. ഞാൻ ഓരോരുത്തരും എല്ലാരും എടുത്തു പറഞ്ഞ് താമസിക്കും, സമയം ഓടിയെത്തത്തില്ല. ഇത് രാത്രി ഒരുപോലെ എന്റെ കൂടെ നിങ്ങൾ ചേർന്ന് വരികയാണെങ്കിൽ, ഈ ദൈവശബ്ദവുമായി ഒരുപോലെ ചേർന്ന് വരികയാണ്. ദൈവദാസി ജീൻസ് ദൈവാസി പരിശുദ്ധാത്മാവ് നമ്മളെ ഓടിക്കാൻ പോവുകയാണ്. നമ്മളെ ഓടിക്കാൻ 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 ദൈവാത്മാവ് ഓടിക്കാന്ന് പറയുമ്പോ ഒരു ദൈവശബ്ദം കൂടെ പറയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഓടി വന്നേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിനകത്തോട്ടി വന്നേ. സോറി, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിനകത്ത് ദൈവത്തിന്റെ ദൂതൻ കൊണ്ടുവന്ന് നാവിൽ കൊണ്ട് തീക്കനൽ വെക്കുന്നുണ്ട്. തീക്കനല് നാവിൽ കൊണ്ട് തീക്കനൽ വെച്ചതും നാവ് തീയായി. അതുവരെ ഉണ്ടായിരുന്ന നാവല്ല, നാവ് തീയായി.
ഇന്ന് രാത്രി ചിലതിന്റെ മേൽ അങ്ങനെ ഒരു അഭിഷേകത്തെ കൈമാറാൻ പോകുക. നാവിനെ തീയാക്ക. ഒരു ദൂത് പറയാനാ ഞാൻ ഇതെടുത്തത്. നാവിനെ തീയാക്കിയാൽ അന്ന് യശ്യാവിന്റെ നാവില് ദൈവം തീ കൊടുത്തപ്പോ, അല്ല ദൂതൻ തീക്കനലെത്തിയ തൊട്ടപ്പോ യശ്യാ പ്രവാചകൻ പ്രവചിച്ച ദൈവശബ്ദം എന്താണെന്നറിയാമോ? ശരിക്കും പ്രവചിച്ച ദൈവശബ്ദം യേശു എന്തിയ ഇവിടെ കന്യ മറിയയിലെത്തിയ ഉരുവാകുമെന്നും യേശുവിന്റെ ജനനം തൊട്ട മരണ പുനരുത്ഥാനത്തെ വരെ കർത്താവിന്റെ വരവ് വരെ തന്റെ വരുംകാല നിത്യതയെല്ലാം എന്ത് ചെയ്തു? പ്രവചിച്ചു. അങ്ങനെയെങ്കിൽ ഇത് രാത്രി നമ്മുടെ നാവെ തീ വെച്ചാൽ, നമ്മുടെ നാവെ ഈ കാലഘട്ടത്തിൽ തീക്കനൽ വെച്ചാൽ നമ്മൾ എന്ത് പ്രവചിച്ചു തുടങ്ങുമെന്നറിയാമോ? മണവാളനാകുന്ന ക്രിസ്തു, മണവാട്ടിയാകുന്ന സഭയുടെയും ചരിത്രം. ജനനമൊക്കെ കഴിഞ്ഞു, ഇനി അടുത്തതിലേക്ക് വരണം. കല്യാണമായി, അവിടെ ആദ്യം സത്യയായി, അല്ലെ? ഇങ്ങനെ ഭയങ്കര സംഭവമായിരിക്കും നമ്മുടെ നാവിൽ നിന്ന് വരുന്നത്. റീഖാബ സജ്ജരബ റേച്ചേമർ, അങ്ങനെ ചിലതിനെ പരിശുദ്ധ എഴുന്നേൽപ്പിക്കാൻ പോവാ. ശമന റിമന ധിരക അന്ധര ജഗൽക്കടക ശേബ്ര സധന റീഖാബ ശഠന വൈഡം പ്രവദ റീഖാബ ശൈഡന. ഹല്ലേലൂയ. ശബ്ര സന്ധരവ റേഖാബ ശൈഡരാജന വൈഡരകൾ കടക സിയാർത്ഥന. ദൈവനാമത്തിൽ ക്ഷമ ചോദിക്കുന്നത്. എനിക്ക് കോൾ വന്നോണ്ടേ ഇരിക്കുന്നത് കൊണ്ട് ഇത് കട്ടായി പോന്നു. സോറി, ദൈവം സഹായിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ക്ഷമ നമുക്ക് ആവശ്യമായതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കാം. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ദേഷ്യപ്പെടാൻ നമുക്ക് അനുവാദമില്ലല്ലോ, അതുകൊണ്ട് ക്ഷമ വേണം. ഈ ദിവസങ്ങളിൽ എന്നെ ഒത്തിരി പഠിപ്പിക്കുന്നുണ്ട് ക്ഷമ. ഫോൺ കട്ടാക്കിയാലും പിന്നെ വിളിച്ചോണ്ടേയിരിക്കും. അപ്പൊ വിളിച്ചോണ്ടേയിരിക്കുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, നമ്മുടെ നിത്യത പോലും നഷ്ടമാകും. അതിന്റെ ഒന്നും ആവശ്യമില്ല. അവരെ കിടന്ന് വിളിക്കുക, നമ്മൾ കട്ടാക്കുക, അവിടെ വിളിക്കുക, നമ്മൾ കട്ടാക്കുക. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിലെ ലക്ഷ്യം. നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതങ്ങ് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ഇതൊക്കെ നമുക്ക് പറ്റുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ദൈവാത്മ പറയുന്നു, ഈ നാവിൽ തീ വന്നാൽ, തീക്കനൽ വന്ന സംഭവം ലെവല് മാറുക. ഇനി തൊട്ട് പ്രവചിക്കുന്നതല്ല, അങ്ങനെ ഒരു പ്രവചന ശബ്ദമാകണം. ഈ കേട്ടിരിക്കാൻ ഇത്ര നാളും പറഞ്ഞതല്ല, ഇനി കേട്ടിരിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മണവാളനാകുന്ന ക്രിസ്തുവിനെ, മണവാട്ടിയാകുന്ന സഭയെ പറ്റിയുള്ള പ്രവചന ശബ്ദങ്ങൾ പുറത്തു വരണമെന്ന് പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുക. ഇത് കഴിഞ്ഞ പിന്നെ നമുക്ക് പിന്നെ ഈ ലോകത്തിന്റെ ഒന്നും ചിന്തിക്കാൻ ടൈമില്ലെന്ന്. ഇവിടുത്തെ കാര്യം ചിന്തിക്കാൻ സമയമില്ല, അവിടുത്തെ കാര്യം. അയ്യോ, ഇവരോട് പറഞ്ഞ ഇവരങ്ങനെയൊന്നുമല്ല, ഞാൻ അങ്ങനെയാട്ടോ. ശരിക്കും കല്യാണമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പിന്നെ ഇവിടെ ഒന്നും അല്ല, നമ്മളോട് പറഞ്ഞ പോലും നമുക്കറിയത്തില്ല. അടുത്ത് നിന്ന് അമ്മ വിളിക്കുക, മോനെ എവിടെ? അതൊന്നുമല്ല എന്റെ അമ്മയെ, ഞാനിപ്പോ വേറെ സംഭവം, ഞാൻ വേറെ ഡ്രീമിലാന്ന്. ഇതായിരിക്കും നമ്മുടെ ചിന്ത. കർത്താവ് എപ്പ വരും, കർത്താവിനോട് കൂടെ എപ്പ വാഴും. ശരിക്കും ഞാൻ ഈ ദിവസങ്ങളെ അനുഭവിക്കുന്നുണ്ട്. ഞാനിവിടെ പാസ്റ്ററോട് പറയും, എന്തിയോ പാസ്റ്റർ വലിയ കാര്യം പറയുമ്പോ ഞാൻ അതിനേക്കാളും വലിയ കാര്യം പറഞ്ഞിരുന്നത്. കാരണം ആത്മാവിൽ ഭയങ്കര സംഭവങ്ങളിലൂടെ കർത്താവ് കയറ്റുന്നത്. ഏമേൻ. ശരിക്കും ദൈവാത്മാവ് ദിവസങ്ങളിൽ എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം പറയുക, ആത്മതലത്തിലേക്ക് കയറിയ ഈ ലോകത്തിന്റെ ചിന്ത വിടും. ഏമേൻ. ആത്മതലത്തിലേക്ക് പോയ ഈ ലോകത്തിന്റെ ചിന്ത വിടും.
ശരിക്കും ദൈവശബ്ദം പറയുന്നുണ്ടല്ലോ, രാജ്യവും നീതി അത് കറക്റ്റ് തന്നെയാ, യാതൊരു മാറ്റവും ഇല്ല. നമ്മൾ ഇത് മുഴുവൻ എന്ത് ചെയ്യാ, ഇവിടുത്തെ മുഴുവൻ തികച്ചിട്ട് രാജ്യത്തിലേക്ക് പോകും. പിന്നെ എങ്ങനെയാ, അതും എത്തിയാല ഇതും എത്തിയാല. അപ്പൊ ഇത് രാത്രി വചനത്തിലേക്ക് കടക്കണം. ആദ്യം രാജ്യം നീതി. ആദ്യം എന്താന്ന് ചോദിച്ചാൽ, സഭ ഞായറാഴ്ച ആരാധനയ്ക്ക് 10 മണിക്കാണെങ്കിൽ നമ്മൾ നമ്മുടെ പണിയെല്ലാം തീർത്തിട്ട് 11 ഈ 11 ചെല്ലുമ്പോ ദൈവദാസൻ അനുഗ്രഹത്തിന്റെ വചനം മുഴുവൻ പറഞ്ഞു കഴിയും. പിന്നെ ലാസ്റ്റ് ആശീർവാദമാ, കിട്ടിയതാകട്ടെ എന്ന് പറഞ്ഞാൽ പോരുന്നേ. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറണം. ഇതൊക്കെയല്ല, ആദ്യമേ ചെല്ലണം. ആദ്യമേ പായിടാൻ തൊട്ട് തുടങ്ങണം. ആ പായിടിച്ച തൊട്ടാണ് നമുക്ക് അനുഗ്രഹം വരുന്നത്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ മക്കളെ, എന്റെ ആദ്യ അനുഭവം പായിടില്ല. ആദ്യമത്തെ ഞാൻ ഓടുമായിരുന്നു. നേരത്തെ പോയി അടിച്ചു വാരി പായൊക്കെ ഇട്ട് ദൈവദാസൻ കുഞ്ഞുങ്ങൾ വരുമ്പത്തേക്ക് ആ വെള്ളമൊക്കെ കൊണ്ട് തിളപ്പിച്ചു വെച്ച് അവരെ എങ്ങനെയൊക്കെ സമാധാനിപ്പിച്ചാൻ പറ്റുമോ, ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ച് ഞാനിങ്ങ് പോരും. ആരാധന സമയമാകുമ്പോ ഞാൻ ചെല്ലും. അന്നേരം ഉണ്ടല്ലോ എന്തൊരു സമാധാനമാണെന്നറിയോ. അത് ദൈവദാസം വന്നിട്ട് പായ എടുക്കാൻ പോണോ, ദൈവദാസം വന്നിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒരാളൊക്കെ എടുത്തു വെച്ചോളൂ. നമ്മൾ ഒരു കാര്യമൊക്കെ ചെയ്താൽ എത്ര സന്തോഷമാണെന്നറിയാമോ. ദൈവദാസൻ പിന്നെ കൊണ്ട് കയറി ഇന്നവൻ. ഏമേൻ. നമ്മൾ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം, ശരിക്കും അഭിഷക്തന്മാരെ ഹെൽപ്പ് ചെയ്യണം. നന്നായി അവരെ ചേർത്ത് പിടിക്കണം. അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ, ആത്മീയ മേഖലയ്ക്കകത്ത് എങ്ങനെയൊക്കെ കൈത്താങ്കൾ ചെയ്യാൻ പറ്റുമോ, അവർ തേങ്ങയോടെ വിടല് കേട്ടോ. തേങ്ങാൻ അനുവദിക്കരുത്. ഇനി ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് തുടങ്ങിക്കേ. ഇതെല്ലാം നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ഒന്ന് ചെയ്തു തുടങ്ങിക്കേ. അപ്പൊ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. അപ്പൊ ഇത് രാത്രി പറഞ്ഞു വരുന്നതാണ്, ഈ ലോകത്തിന്റെ ചിന്ത വിടണം. ഈ ലോകത്തിന്റെ ചിന്ത വിട്ടാലേ മേളിലത്തെ കാര്യത്തെ പറ്റി ചിന്തിക്കാൻ പറ്റും. ആമേൻ. കർത്താവ് ചെയ്യാൻ പോവാ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഇവിടെ അപ്പോസ്തലന്മാരെന്ത് ചെയ്യാ, ഇത് ഇങ്ങോട്ട് തുടങ്ങിയപ്പോ പിന്നെ അവര് സംഭവമായി. ഇത് വർഷങ്ങളായി അന്യമാനം കിട്ടിയിട്ട് അവിടെ അന്ന് പറഞ്ഞത് തന്നെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് യാതൊരു വ്യത്യാസവും ഇല്ല, ഒരു മാറ്റവും ഇല്ല. ഇന്ന് രാത്രി മാറ്റം വരുത്തുന്ന ഒരു ദൈവസാന്നിധ്യത്തിലേക്ക് വരിക. ഏമേൻ. ഒരു ദിവസം പറയുന്ന അല്ല, പിറ്റേ ദിവസം അത് ആഗ്രഹത്തോടെ നിന്ന് പറയുന്നത് കർത്താവ് വലുത് ചെയ്യാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. ഭയങ്കരമായ ദൈവസാന്നിധ്യം വെളിപ്പെടും. ആത്മതലത്തിലേക്ക് കയറിയ നമ്മൾ പോലും അറിയാത്ത ചില മേഖലയ്ക്കകത്തൂടെ കയറിയപ്പോ അധികാരത്തോടെ കൽപ്പിക്കാൻ ഈ നാവിന് കഴിയും. അധികാരത്തോടെ കൽപ്പിക്കാൻ. എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞ തീർച്ചയായിട്ടും മിണ്ടരുതെന്ന് പറഞ്ഞവര് മിണ്ടാതിരിക്കും, ഉറപ്പാ. ഒരു ദാക്ഷിണ്യമില്ല. ഈ കാലഘട്ടത്തിൽ ധൈര്യമുള്ളവരെ കർത്താവിന് വേണ്ടേ, ധൈര്യമുള്ളവര്. ഈ നാമം എനിക്കറിയാം ലൈവിലാന്ന്. ഈ നാമനിമിത്തം എത്രയോ പ്രാവശ്യം ഞങ്ങൾ എത്തിയ കുടുംബമായിട്ട് ഈ എന്താ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പോയി കൈകെട്ടി നിൽക്കണമെന്നറിയാം. ശബ്ദം കൂടുതലാന്ന്. ഞാനാണെങ്കിൽ മൈക്ക് പോലും എടുക്കത്തില്ല. ശബ്ദം കൂടുതലാ. ഇത് രാത്രി ശബ്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഡോക്ടർ ശബ്ദിക്കല്ലെന്ന് പറഞ്ഞു, കർത്താവ് ശബ്ദം തന്നു. പിന്നെ എന്താ ചെയ്യുന്നേ? ഡോക്ടർ പറയുന്നതാണ് കേൾക്കണ്ടേ, കർത്താവ് പറയുന്നതാണ് കേൾക്കണ്ടേ. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് കേട്ടാ പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഇത് ധൈര്യം വന്നോണ്ടിരിക്കും. ദൈവം തിളയ്ക്കുന്ന രക്തം തിളയ്ക്കുന്ന ആത്മാവ് പ്രവചിക്കുന്നു. ആത്മാവ് പറയുന്നു, രക്തം തിളയ്ക്കുന്നു. ദൈവജനം എടുക്കാൻ പോകുക, ആത്മാവിൽ എഴുന്നേൽക്കാൻ പോകുക. യുവജനങ്ങൾ എഴുന്നേൽക്കാൻ പോകുക, കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കാൻ പോകുക അധികാരത്തോടെ. ദൈവാത്മ പറഞ്ഞു, ഇത് യോബേൽ പ്രവാചകന്റെ കാലത്ത് സംഭവിച്ചതുപോലെ വീട്ടിനകത്ത് തലമുറ പ്രവചിക്കട്ടെ. ജോയിൽ ആത്മാവ് സ്വീകരിച്ച കുഞ്ഞ് പരിശുദ്ധാത്മാവ് ആരാധനയ്ക്കകത്ത് ദൈവാത്മ പറയുന്നു, പ്രവചന ശബ്ദത്തോടുകൂടി ചില ഡെലിവറൻസുകൾ നടത്തുമെന്ന് ആത്മാവിനോട് തൊടുന്നു.
ഷാബറ ഹത്തുര ജഗൽ ഘടക ഷാഥ രബസ്യാധന റിബന സധുന. എന്നോട് ദൈവം പറഞ്ഞു, ഈ എന്തിയ ശൗമേൽ ഉണ്ടല്ലോ, ശൗമേൽ ബാലൻ എന്തിയ വിളക്ക് കെടുന്നതിന് മുൻപേ ആലയത്തിനകത്ത് പോയി കിടക്കാൻ റെഡിയാ. കെടുന്നതിന് മുൻപേ അത് നോക്കി കിടക്കുക അല്ലെ. ഇന്ന് രാത്രി പരിശുദ്ധൻ അങ്ങനെ തലമുറ എഴുന്നേൽപ്പിക്കാൻ പോവാ. പിടിച്ചാൽ ആർക്കും പിടിച്ചൊതുക്കാൻ കഴിയാത്ത പിതാക്കന്മാരെ ഒതുക്കിയെടുത്ത മക്കളെ ആത്മാവിൽ ഇത് രാത്രി ഒന്ന് സ്വീകരിക്കാമോ? പിതാക്കന്മാരെ ഒതുക്കിയെടുത്ത, ഭക്തന്മാരെ ഒതുക്കിയെടുത്ത ഈ കാലഘട്ടത്തിൽ യുവാക്കളെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്, തലമുറകളെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നല്ലോ. റിമന സന്ദരവ റീഖബ ശൈനരാജന ഹർത്തന ജഗൽക്കടക ശൈനരാജന. പിടിച്ചാൽ ഒതുക്കാൻ കഴിയാത്തൊരു മേഖല പരിശുദ്ധാത്മ അങ്ങനെ കുറെ തലമുറകളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ദൈവാത്മ പറയുന്നു, നോക്കിക്കേ, പത്രോസിനെ പോലെ, ഞാൻ സമയത്തിരുന്നോളാം, പത്രോസിനെ പോലെ പരിശുദ്ധാത്മാവ് ഇത് രാത്രി ഇതിനകത്ത് നോക്കി ലൈവിൽ കാണുന്നവരോടും ഇതിനകത്ത് എന്നെ 44 പേരുണ്ട് എന്നെ കൂടെ കൂട്ടി. ആത്മാവ് പത്രോസിനെ പോലെ ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. പത്രോസിനെ പോലെ വിക്കി വിക്കി മറുപടി പറയുന്നവരെ അല്ല, വിൽക്കാതെ മറുപടി പറയുന്നവരെ. വിൽക്കാതെ, അയ്യോ കളിയാക്കുന്ന തുള്ളാനും ചാടാനും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവരോടല്ല, കളിയാക്കുന്നവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ ആത്മാവിൽ പത്രോസിനെ എഴുന്നേൽപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ തന്റെ ജനത്തെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഈ ഗ്രൂപ്പിനെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ചിലരെ എഴുന്നേൽപ്പിച്ചോണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഷാം റീഖബ സന്ദരബ റേജാമറാകസി റീഖബ ശൈനരാജന. ദൈവാത്മാവ് ആ ഡിവൈസിനോട് ആത്മാവ് തൊടുന്നു കേട്ടോ. എഴുന്നേൽപ്പിക്കുക പത്രോസിനെ പോലെ. ഹല്ലേലൂയ. പത്രോസിനെ പോലെ നാവിനെ ശക്തീകരിക്കാൻ പോകുക. പത്രോസ് ഒറ്റ വാക്കിനാൽ 3000 പേര് രക്ഷിക്കപ്പെട്ടു. പറയാൻ എളുപ്പമാ, പക്ഷേ പറഞ്ഞ വാക്കുണ്ടല്ലോ ജനത്തിലേക്ക് എത്തിച്ചു. പറയുന്ന വാക്ക് ജനത്തിന് ബോധ്യമാക്കി. അപ്പൊ പറയുന്ന വാക്കുകൾ ജനത്തിന്റെ ഹൃദയത്തിനകത്തേക്ക് ചെന്ന് അവർക്ക് മാനസാന്തരം പെരുമാറ് ദൈവവചനത്തെ പറയത്തക്കവണ്ണം ദൈവം നമ്മളെ ശക്തീകരിക്കുമെന്ന്. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞപ്പോ ജനത്തിന് നടുവിൽ കുത്തുകൊണ്ടെന്ന് പറഞ്ഞപ്പോ ഇവിടെ കുത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഇവിടെ പറയും അത് പാസ്റ്റർ അറിഞ്ഞോണ്ട് പറഞ്ഞത്. നീ രക്ഷപ്പെടണേ, നീ അത് കേട്ടനുസരിക്ക. വചനം കേൾക്കുമ്പോ കുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് ഒന്നുകൂടെ ചന്തു വിരിച്ചങ്ങിരുന്ന പിന്നെ നീ എന്നെ ഹൃദയം കഠിനപ്പെട്ടോണ്ടേയിരിക്കും. വചനം കേൾക്കുമ്പോ നീ ഒന്ന് തിരിഞ്ഞു വരാനാണ്. ഹല്ലേലൂയ. ആത്മാവിന്റെ രാത്രി പറയാ, തിരിഞ്ഞു വാ. വചനത്തിന് മുമ്പ് തിരിഞ്ഞു വരേണ്ടവർ തിരിഞ്ഞു വാ. ആത്മാ പറയുന്ന ഈ ദിവസങ്ങളിൽ ദൈവജനത്തിന്റെ നടുവിൽ തിരിവുണ്ടാവും. ആമേൻ. തിരിഞ്ഞു വരുമെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു വരും. എങ്ങനെ തിരിക്കണമോ, ഏതു മേഖലയെ കൊണ്ട് തിരിപ്പിക്കണമോ അവിടെ കൊണ്ടൊന്ന് തിരിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇത് രാത്രി ഇതിനകത്ത് ചലിച്ചു തുടങ്ങട്ടെ. ആമേൻ, 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 ആമേൻ. ശാരധാര ധാര വൈഡ രഗധ അതര രഗധ വൈഡ മാന ശൈഡ രാജ വൈഡ രഗധ. പത്രോസ് എഴുന്നേറ്റ് ഒറ്റ പ്രസംഗം അല്ലേ. ഹല്ലേലൂയ. ഈ ഒറ്റ വചനത്തിനകത്തുണ്ടല്ലോ യേശുവിന്റെ ജനനം മുതൽ മരണം പുനരുത്ഥാനം വരെ പറഞ്ഞു കഴിഞ്ഞു. ഈ പറയുന്ന വാക്കുകൾ ശരിക്കും ജനത്തിലേക്ക് എത്തും. ജനത്തിലേക്ക് എത്തും. അപ്പൊ പറയുന്ന വാക്കുകളുണ്ടോ, ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവീൻ. കണ്ടോ, പറയുന്ന വാക്ക് തന്നെ കേൾക്കാൻ തോന്നും. ഞാൻ ഒരു വചനം എടുത്തു വായിച്ചുള്ളൂ, വചനം വായിച്ചാൽ തന്നെ കേൾക്കാൻ തോന്നുമെന്ന്. അപ്പൊ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വചനം കേൾക്കാൻ തോന്നണമെന്ന്. പത്രോസ് പറഞ്ഞ വാക്കെല്ലാം കേട്ടിരുന്നെന്ന്.
ആരും അതിന് വ്യതിരിച്ചില്ലെന്ന്, ആരും എനിക്ക് കേൾക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല, ആരും ഇറങ്ങിപ്പോയില്ല. ആമേൻ. നോക്കിയേ, ദൈവാത്മാവ് പറഞ്ഞ വാക്കുകളെ നല്ല ഭയങ്കര കടുപ്പമേറിയ വാക്കുകളാ. അന്ന് അനുസരിക്കാമെങ്കിൽ പിന്നെ ഇന്നാണോ? അന്ന് ആ കാലത്ത് ജനത്തിനനുസരിക്കാമെങ്കിൽ പിന്നെ ഇന്ന് അനുസരിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് ഏമേൻ, നീ അനുസരിച്ചേ പറ്റൂ. എന്തായാലും വെള്ളത്തിൽ മുങ്ങിയ, അതുകൊണ്ട് നീ വെള്ളത്തിൽ മുങ്ങിയതിന്റെ സ്വഭാവം നീ കാണിച്ചേ പറ്റൂ. ആമേൻ. പെന്തക്കോസ്തുകാരാന്ന് പറഞ്ഞ അതിന്റെ അനുഭൂതി കാണിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ പിന്നെ ഇതിലേക്ക് ഇറങ്ങണ്ടായിരുന്നു. ആമേൻ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അത് എന്റെ ഉറപ്പാ. കർത്താവ് അത് ചെയ്യാൻ പോവാ. ഈ ദിവസങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞാ ഒരു പ്രാവശ്യമെങ്കിലും നീ മുങ്ങിയതാണോ തീർച്ചയായിട്ടും എവിടെയാലും നിന്നിട്ട് പൊക്കും. ഉറപ്പല്ലേ? ഹല്ലേലൂയ. ഇത് മുങ്ങിയില്ലേ കുഴപ്പമില്ലായിരുന്നു, അതന്നെ വിഷയം. മുങ്ങിയില്ലേ കുഴപ്പമില്ല, അങ്ങനെ പോകും. പക്ഷെ മുങ്ങിയത് കൊണ്ട് നിന്നെ എവിടെയാലും ഇട്ട് പൊക്കും. ഹല്ലേലൂയ. ഇത് അവസാനത്തുള്ള രക്തം വരെ തന്ന് വിലക്ക് വാങ്ങിയത് കർത്താവാണ്. തീർച്ചയായിട്ടും ഇതിനെ പൊക്കിയിരിക്കും. ഹല്ലേലൂയ. ഒരു പക്ഷേ നീ ഇത് കേട്ടോണ്ടിരിക്കുമ്പോ അയ്യോ ഇതെന്താ പറയുന്നതെന്ന് ഓർക്കട്ടെ. ലൈവിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ തൊടുക. മടങ്ങി വാ. ആവശ്യമില്ലാതെ നീ തുറക്കരുതെന്ന്. ശമന രഗത ദൈവനാമത്തിലല്ലാതെ നിന്റെ വാ തുറക്കരുതെന്ന്. അതുരാജകൻ പത്രോസ് എഴുന്നേറ്റത് ഈ നാമത്തെ കളിയാക്കിയപ്പോഴാ. സ്തുതിക്കുന്നു. അങ്ങനെയല്ലേ ദേവദാസന്മാരെ? അങ്ങനെയല്ലേ ദേവദാസന്മാരെ? പത്രോസ് എഴുന്നേറ്റത് ഈ ഒരു അന്യഭാഷ പറയുന്നത് അവർക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. മനസ്സിലാകാഞ്ഞുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കാനാ എഴുന്നേറ്റ്. അപ്പൊ കളിയാക്കുന്നവർക്ക് തക്ക മറുപടി കൊടുക്കാൻ പരിശുദ്ധാത്മാവ് ചിലർ എഴുന്നേൽപ്പിക്കുമെന്ന്. അയ്യോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് മനസ്സിലായിട്ടാ പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സഞ്ജയ് ദൈവദാസനെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയോട്ടോ. എന്നോട് ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഈ കാലഘട്ടത്തിൽ പത്രോസിനെ പോലെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു, ചിലതിനോട് മറുപടി കൊടുക്കാൻ. सिस्टर हिंदी वाला हिंदी है, हिंदी आप मैं ट्रांसलेट करूंगा, आप बताइए, ठीक है? आप बता दीजिए. ഓക്കെ. ശബന രഗൽക്കടക സിയാർച്ചന അറിയത്തില്ല. പറഞ്ഞു ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തോളാം. ഓക്കെ ഓക്കെ. ഈ കാലഘട്ടത്തിൽ ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കളിയാക്കുന്നവരോട് മറുപടിക്കായിട്ടാ പത്രോസ് എഴുന്നേറ്റ്. ആ പത്രോസ് എഴുന്നേറ്റതുപോലെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നത്. അത് എങ്ങനെയാന്ന് വെച്ചൊന്ന് പറഞ്ഞേ. समान परमेश्वर आपको खड़ा करने जा रहा है. जिन लोगों के बीच में आप टाटा सहन कर रहा है, उनके बीच में प्रभु आपको अभिषेक के साथ खड़ा करेंगे. परमेश्वर की आत्मा संजय से बात कर रहा है. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കട്ടെ. ആത്മാവ് ദേവദാസിമാരെ എഴുന്നേറ്റേ. ഈ ദിവസങ്ങളിൽ കരയാൻ നിങ്ങൾ റെഡിയാണോ? വീട്ടിനകത്ത് ഇരുന്ന് കരയാൻ റെഡിയാണോ? എനിക്ക് ഭയങ്കര സങ്കടം ദിവസങ്ങളിൽ, ഭയങ്കര സങ്കടമാ, ഭയങ്കര സങ്കടം. നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട മേഖലയ്ക്കകത്ത് സപ്പോർട്ട് ഇല്ലാതെ പരിശുദ്ധാത്മ നമുക്ക് വേണ്ടി ഇറങ്ങി നിൽക്കട്ടെ. ആത്മാവിൽ അത് പ്രതികരിച്ചു തുടങ്ങണേ. മനുഷ്യനോട് പ്രതികരിക്കണ്ട, കർത്താവിനോട് പ്രതികരിക്കാം നമുക്ക്. കർത്താവ് ഇറങ്ങി നിൽക്കട്ടെ. ദൈവനാമം ദുഷിക്കാൻ വേണ്ടി നമ്മളായിട്ട് ഇറങ്ങരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ കൊണ്ട് പറ്റത്തില്ലേ കർത്താവെ ആ മേഖല എന്നെ തൊടിക്കരുത്. ഞാൻ മുഖാന്തരം ഒരു ദൈവനാമം ദുഷിക്കാൻ ഇടവരുത്തരുത്. നമ്മൾ മുഖാന്തരം എന്ത് ചെയ്യുക? ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കരുത്. അങ്ങനെയുള്ള മേഖലയെല്ലാം പരിശുദ്ധാത്മ തൊട്ടിരിക്കും.
അത് ഉറപ്പിനുറപ്പാ. ദൈവനാമത്തെ ഉയർത്താൻ മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തത്തെ ഇവിടെ മനുഷ്യന്റെ മുഖത്തെ വലിച്ചു കീറാനല്ല പറഞ്ഞേ, തമ്മിൽ പോരാടാനല്ല പറഞ്ഞേ. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ശിഷ്യരാക്കണമെങ്കിൽ നമ്മളെ കണ്ടു വേണമെന്ന് ജനം വരാൻ. നമ്മളാണ് പത്രം, നമ്മളെ വായിച്ചു വേണമെന്ന് ഇറങ്ങി വരാൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വിശ്വസ്തയോടെ നിൽക്കണമെന്ന്, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നീതിയോടെ നിൽക്കണമെന്ന്, മറ്റുള്ളവർ നമ്മളെ കണ്ടു പഠിക്കണമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില മേഖലയ്ക്കകത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇറങ്ങും. അതുകൊണ്ട് ദൈവദാസിമാരെ ഞാൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് നന്നാക്കറിയണം. നമ്മൾ കരഞ്ഞാൽ തീർച്ചയായിട്ടും ആ കരച്ചിലിന് കർത്താവ് ഇറങ്ങി നിൽക്കും. ആമേൻ, ആമേൻ, ആമേൻ. ആത്മഭാരത്തോടെ വേറൊന്നും വേണ്ട. കർത്താവ് വലുത് ചെയ്യും. ഈ കാലഘട്ടത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാലഘട്ടത്തിൽ അടുക്കള മാത്രമായി ഒതുങ്ങിയവർ, ആഹാരം മാത്രമായി വെക്കാൻ മാത്രം അറിയാത്തവർ, കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലതിന് മറുപടി കൊടുക്കാൻ തന്നെയാണ്. നിങ്ങൾ ആർത്തിലേക്ക് അല്ല ആർക്കും എന്ന് പറഞ്ഞ പോലെയാ. അത്രേ ഉള്ളൂ. ദൈവം തരുന്നതിനെ മിസ്യൂസ് ചെയ്താൽ ദൈവം അടുത്ത ആളിലേക്ക് ഏൽപ്പിക്കും. അത്രേ ഉള്ളൂ നടക്കുന്നത്. അതിനപ്പുറം ഒന്നുമില്ല ഈ ദിവസങ്ങളിൽ. അതിന് അസൂയപ്പെട്ടിട്ടോ അതിനെന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് തവിട്ടിട്ടോ ഒന്നും കാര്യമില്ല. ഈ ദിവസങ്ങൾ എഴുന്നേറ്റോ. അതുകൊണ്ട് പത്രോസിനെ പോലെ എഴുന്നേക്കാൻ തയ്യാറായാൽ ദൈവം വലുത് ചെയ്യാൻ പോവുക. ഞാൻ അവിടെ കൊണ്ട് നിർത്തുക. ഈ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ നോക്കിക്കേ, പത്രോസ് യോഹന്നാൻ അവിടെ ഐക്യതയാ. ഇവർ ചേർന്ന് നടക്കുന്ന ആ പോക്ക് കണ്ടാലേ നോക്കി നിൽക്കാൻ തോന്നും. ഏമേൻ. ഇവരുടെ പോക്ക് കണ്ടാലേ നോക്കി നിൽക്കാൻ തോന്നുമെന്ന്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ പോകുന്നതും വരുന്നതും ഒരു പ്രത്യേകത ഉണ്ടാവണമെന്ന്. ഐക്യതയോടെ രണ്ടുപേര് പോയാ രണ്ട് വർത്താനം പറഞ്ഞോണ്ടാ പോകുന്നത്. രണ്ട് ചിന്തയായിരിക്കും. ഇത് നോക്കിയ ഇവര് ഒറ്റ മനസ്സോടെ ഒരേ രീതി അങ്ങ് പോവുക. ഇത് രാത്രി ഇതിനകത്ത് വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് കുടുംബമായി എഴുന്നേൽപ്പിക്കാൻ പോവുക. കുടുംബമായി ദൈവദാസി ഇത് രാത്രി അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് പറയാൻ ഇത്ര ഉള്ളതേ. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചങ്ങ് പോകാം. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. നോക്കേ, ഇവിടെ ചെല്ലുമ്പോ എന്നോട് ദൈവാത്മ സംസാരിച്ച ഒരു ദൈവശബ്ദം കൂടെ പറയാം. ഈ പത്രോസിനെ ഈ മത്തായിയുടെ സുവിശേഷത്തിൽ വരുമ്പോണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോ പത്രോസിനോടൊക്കെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് യേശു. നിങ്ങൾ ആരെന്താ പറയുന്നത് അല്ലെ? ആരെന്താ? അതിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോ അതിന്റെ 15 വാക്യം ചോദിക്കുമ്പോ ഇങ്ങനെയാ: ശിവൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട്, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്ക് വെളിപ്പെടുത്തിയത്. ഞാൻ ഈ നിമിഷം കൊണ്ട് ചിന്തിക്കുകയാണ്, ഈ യേശു ഇവിടെ നിൽക്കുമ്പോ തന്നെ പത്രോസ് പിതാവുമായി കണക്റ്റഡായി. പത്രോസിനോട് ദൈവം സംസാരിക്കുക, പിതാവ് സംസാരിക്കുക, ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആമേൻ, ഹല്ലേലൂയ. ഇത് രാത്രി അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വരാൻ പോവാത്. പിതാവ് തങ്ങളുമായിട്ട്, പത്രോസും പിതാവുമായിട്ട് സംസാരിച്ചതുപോലെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷ നേരം കൊണ്ട് ഞെട്ടിപ്പോയി. നിങ്ങൾ പറയരുത്, അയ്യോ നിന്റെ ഉള്ളിലുള്ള ദിവസങ്ങൾ പുറത്തോട്ട് വരാൻ പോവാന്ന്. അതുവരെ പത്രോസ് വിട്ടിയില്ല. ഈ ചോദിച്ച സമയം പത്രോസ് പറഞ്ഞു, ഇത് രാത്രി ദൈവം നീ പ്രാപിച്ചത് ഈ ദിവസങ്ങളിൽ പുറത്തോട്ട് ദൈവം അയക്കാൻ പോവാത്. നീ ഉള്ളിൽ പ്രാപിച്ചത്. ചിലര് വാഗ്ദത്തം വിടത്തില്ല. വാഗ്ദത്തം പ്രാപിക്കും വരെ, അത് വളരും വരെ, അത് പുറത്തു വരും വരെ വിട്ടില്ല. ഞാൻ പറയത്തില്ല.
എന്നോടൊരു ദൂത് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോലും പറയത്തില്ല, അത് പ്രാപിക്കും വരെ. പ്രാപിച്ചു കഴിഞ്ഞാൽ അറിയും അവര്. ഹല്ലേലൂയ. പ്രാപിച്ചു കഴിഞ്ഞാലോ. ഇത് ഒരു കാര്യം പറഞ്ഞ പിന്നെ എത്ര 10 പേരോട് വിളിച്ചു പറഞ്ഞിട്ട് ഇതാ പാസ്റ്റർ ദൂത് പറഞ്ഞ് ഇന്നതാ അല്ലേ, പാസ്റ്റർ ദൂത് പറഞ്ഞ് ഇന്നതാ. എടോ അത് കേട്ടോണ്ടിരിക്കുക, അത് ലൈവാ. നമ്മള് പറഞ്ഞില്ലേ തന്നെ എന്ത് ചെയ്യാ, ഇത് കേട്ടോണ്ടിരിക്കും. എന്നിട്ടും പിന്നെ നമ്മൾ വിളിച്ചു പറയാ എന്നോട് പറഞ്ഞ ദൂത് ഇതാ. യേശുവിന്റെ നാമത്തിൽ ഇത് രാത്രി ഇതൊക്കെ ഒന്ന് മാറ്റിക്കേ. കർത്താവിന്റെ ഇഷ്ടത്തിനൊന്ന് വിട്ടുകൊടുത്തേ നമ്മളെ തന്നെ. കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി അപ്പനുമായി സംസാരിക്കാൻ ഉടനെ പത്രോസിന് കൊടുത്ത ആ അധികാരം കേൾക്കണം. ഈ വാക്ക് സംസാരിച്ചപ്പോഴേ എനിക്കുണ്ടായ അനുഭവം പറയാം. ഈ 2 ആഴ്ചയായിട്ടുള്ളൂ ഈ ശബ്ദം ഇങ്ങനെ. ഞാനന്നേരം പെട്ടെന്ന് ഈ പിതാവിനോട് സംസാരിച്ച ആ ഒരു ഭയങ്കരമായിട്ട് ഞാനൊക്കെ സ്വപ്നം കണ്ടു. അപ്പൊ അത് എന്റെ പേരെടുത്തിട്ട് യശീമോനെ നീ ഷീമോനാകുന്നതല്ല, ജെസ്സി നീ ജെസ്സി ആകുന്നു. ഈ പാറമേൽ ഞാനെന്റെ സമയം പണിയും. പാതാള ഗോപുരം വരെ ജയിക്കത്തില്ല. ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിയും. സ്വർഗരാജ്യത്തിന് താക്കോൽ തിരിച്ചു തരുന്നു. ഇത് പറഞ്ഞ് ഞാനിങ്ങനെ പിടിച്ചു. എന്നോടല്ലേ പറഞ്ഞേ. ഇത് പിടിക്കാൻ കാരണമുണ്ട്. ഇത് പറഞ്ഞോണ്ടിരിക്കും എന്റെ ചെവിക്കുള്ളിൽ ഇങ്ങനെ കിലുക്കം കേൾക്കാം. ശരിക്കും ഞാൻ പിന്നെ ശ്രദ്ധിക്കുന്നു, ഇത് ശരിയാണോ, ഇത് ശരിയാ പോരാ. ഇത് 3-4 പ്രാവശ്യം കേട്ടപ്പോ ഞാൻ എന്റെ പേര് ഡയറിയിൽ എഴുതി വെച്ചു. പേര് സഹിതം പത്രോസ് എന്നല്ല, എന്റെ പേര് എഴുതിയിട്ട് ഞാൻ അങ്ങനെ എഴുതി. ഇത് കേട്ടപ്പോ ഞാൻ പറഞ്ഞു കർത്താവ് തന്നേക്ക്. അപ്പൊ ഞാൻ ദിവസങ്ങളിൽ ചോദിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് ചില ഡോറുകൾ തുറക്കണം. എനിക്ക് ചില ഡോറുകൾ തുറക്കാൻ അതിന് കീ വേണം. എത്ര പേര് ആഗ്രഹിക്കുന്നത്? ഇന്ന് രാത്രി നിങ്ങളുടെ പേര് ആ ഒരു അഭിഷേകത്തെ കൈമാറാൻ പോവാ. ഹല്ലേലൂയ. ഓക്കെ, പത്രോസിൽ പകർന്ന അതേ സാന്നിധ്യം ഡോറ് തുറക്കുന്നത് പറഞ്ഞാൽ ദൂതൻ അവിടെ ഇറങ്ങി ഡോറ് തുറക്കാൻ. പത്രോസിന് വേണ്ടി പ്രത്യേക ദൂതൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങി. കാരാഗ്രഹത്തിൽ കിടന്നവര് കണ്ടോ? ഈ താക്കോലിന്റെ പ്രത്യേകത ഏത് ഡോറും തുറക്കും. നിന്റെ മേൽ തരുന്ന അഭിഷേകം ചിലതിനെ തുറക്കാൻ പറ്റുമെന്ന്. നീ എന്തു ചെയ്യുന്നു അതിവിടെ നടക്കുമെന്ന് ഇത് പറഞ്ഞിട്ടാ പത്രോസിനെ മുമ്പോട്ട് പറഞ്ഞു വിടുന്നേ. പിന്നെ എങ്ങനെ ഇവിടെ വരുമ്പോ ഇവനെ ഇങ്ങനെ കാണുമ്പോ ഇവന് ഒറ്റ നോട്ടത്തിൽ ശക്തി പുറപ്പെടുമെന്ന്. നീ ഒന്ന് നോക്കിയാൽ എന്ത് ചെയ്യും? ശക്തി പുറപ്പെടുമെന്ന്. ഹല്ലേലൂയ. ചുമ്മാ നോക്കിയിരിക്കുന്നതല്ല, ചുമ്മാ നോക്കിയിരുന്ന് കാണുന്നതല്ല പറഞ്ഞേ. നീ നോക്കുന്നതിന് ശക്തി പുറപ്പെടുമെന്ന്. നിന്റെ നോട്ടത്തിൽ നീ ചിലത് വിടുതൽ പ്രാപിക്കുമെന്ന്. നിന്റെ നോട്ടത്തിൽ ശക്തി പുറപ്പെടുമെന്ന്. യേശുവിന്റെ നാമത്തിൽ നിന്റെ കണ്ണിന് ശക്തിയുണ്ടെന്ന്, നിന്റെ കരത്തിന് ശക്തിയുണ്ടെന്ന്, നിന്റെ കാലിന് ശക്തിയുണ്ടെന്ന്, നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ടെന്ന്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ദൈവാത്മ അങ്ങനെ തന്നെ പറയുന്നു, നിന്റെ കരത്തിന് ശക്തിയുണ്ടെന്ന്. അതുകൊണ്ട് കൈയടിച്ചാൽ അവൻ പുറത്താകുമെന്ന് പറഞ്ഞു. ഇത് നമ്മൾ കൈയടിക്കുന്നത് ഇങ്ങനെയാ, ഒച്ചയില്ല, നല്ല ശക്തിയോടെ അടിക്കണം, അപ്പളാ പുറത്താകുന്നത്. എവിടെ? യേശുവിന്റെ നാമത്തിൽ ഇത് രാത്രി കരത്തിലേക്ക് ശക്തി തുടങ്ങട്ടെ. ആമേൻ, 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 ആമേൻ. ശാരാബ രൈതരകദ രീഗാമാന സന്താരകദ വൈഡാരകദ അർദ്ധവരാജല വൈഡവരാജല വൈഡേരകദ രീഗാരകദ വൈഡാരകദ ശൈഡാരകദ. നീ ഇറങ്ങി നിൽക്കുന്നവർക്ക് ദൈവശക്തിയായി തീരുമെന്ന്, നീ ഇറങ്ങി നിൽക്കുന്നവർക്ക് ഡെലിവറൻസ് ആയി തീരുമെന്ന് ആത്മാ പറയുന്നു. ചലിക്കാൻ തുടങ്ങുമെന്ന്, നടക്കാൻ തുടങ്ങുമെന്ന്. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞ വാക്ക് കേട്ടോ, വെള്ളി പോയിട്ട് ഞങ്ങൾക്ക് തരാനില്ല. നമ്മളോ കാണുവാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പിന്നെ തിരിച്ചെന്നതായിരിക്കും അല്ലെ. ഇന്നങ്ങനെ പറയാ അവൻ കൈ നീട്ടി പൈസ അയക്കാം, നമ്മള് പറയാ വെള്ളിയും പോലും തരാനില്ല, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. അയ്യോ, അത് തിരിഞ്ഞു പോകും അല്ലെ മോഹം. ഇല്ലെന്ന് കേൾക്കാൻ റെഡി ആകുമെന്ന്. നിനക്ക് വിടുതൽ വേണോ? നിന്റെ ജീവിതത്തിൽ വിടുതൽ വേണോ? ഈ സ്വാതന്ത്ര്യത്തോടെ നടക്കണോ? ഇത് രാത്രി ദൈവശബ്ദത്തെ നീ സ്വീകരിക്കണമെന്ന്.
ദൈവശബ്ദത്തെ കേട്ടനുസരിക്കണമെന്ന്. ദൈവശബ്ദം ഭക്തന്മാരുടെ നാവിൽ നിന്ന് എന്തു വരുന്നോ അതിനെ അതുപോലെ നീ വിഴുക. ശബന ഹത്തനബ സന്ദരബ റീഖബ സന്ദരബ സിയാർത്തന ആർഥാമന സിയാന്തരാജകന റീമന സൈന മറാഗസി അതിരജകന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കിന് വിലയില്ലാത്ത വാക്കല്ല. ഒരു വാക്ക് വിലയില്ലാത്തതേ അല്ല. വാക്കുകൾക്ക് ശക്തിയുണ്ട്. അവർ നിയോഗത്തോടെയാ സംസാരിക്കുന്നത്. ഒരു വിഷയം അവരുടെ മുൻപിൽ അഭിമുഖീകരിക്കുമ്പോ ദൈവാത്മാവ് ശക്തമായൊരു ദൂത് പറയുന്നു. അതെ, അവർക്ക് നിയോഗം കൊടുക്കുന്നത് എന്താണോ അതവിടെ അവർ ചെയ്യുമ്പോ അവിടെ വിടുതൽ സംഭവിക്കുമെന്ന്. അതെ, വെള്ളിപ്പൊന്നുവെന്നുള്ള യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാന്ന് പറഞ്ഞ നിമിഷം തന്നെ അവൻ എഴുന്നേറ്റു. നരിയാണി ഉറപ്പിച്ചെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്ത് ചിലർ എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാകട്ടെ. മറ്റുള്ളവരുടെ മുമ്പിൽ എന്തും കൈനീട്ടാതെ, മറ്റുള്ളവരോട് എന്ത് സഹായം ചോദിക്കാതെ ഇതിനെ തനിയെ നിർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. എന്തിനാ ചിലര് ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ലാത്ത? എന്തിനാ ഫോൺ വിളിച്ചാൽ? പ്രാർത്ഥിക്കോ? പിന്നെ പറയുന്നത് ഈ പ്രാവശ്യം പ്രാർത്ഥന ലിസ്റ്റ് ഒക്കെ കർത്താവ് എടുത്ത് കളഞ്ഞു കേട്ടോ. എന്നോട് ദൈവാത്മാവ് പറഞ്ഞത് ഈ എന്താ നമ്മുടെ ഈ ബോക്സില്ലേ, ഈ കത്തിടുന്ന പോലെ എന്താ പറഞ്ഞേ, എഴുതി 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 കൊടുക്കുമല്ലേ, പ്രാർത്ഥിക്കോ. പിന്നെ നമ്മളെ വിളിച്ചാൽ എന്താ, ഇന്നതൊക്കെ പ്രാർത്ഥിച്ചു എങ്ങോട്ട് ഇട്ടേക്കുവാ. ഞങ്ങൾക്ക് ഇത് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഈ ലിസ്റ്റ് തീർന്നോ അടുത്ത ലിസ്റ്റിലേക്ക് പോകണോ? ഈ ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് അടുത്ത ലിസ്റ്റ് വന്നു കഴിയും. ഈ ലിസ്റ്റ് ഒക്കെ കർത്താവ് ക്യാൻസൽ ആക്കുക. നിന്റെ മുമ്പിൽ ആദ്യം നീ മേലോട്ട് നോക്കിക്കോ. മേലോട്ട് നോക്കാൻ തുടങ്ങുമ്പോ നിന്റെ ലിസ്റ്റ് എല്ലാം തീരും. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവദാസന്മാരെ ആത്മാവിൽ അങ്ങനെ തന്നെ സ്വീകരിച്ചോ. ഈ നിങ്ങളുടെ ഫോൺ കോൾ എടുക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കാനാ. നിങ്ങൾ കൊച്ചു പിള്ളേർ എഴുന്നേക്കുന്ന പോലെ തന്നെ എഴുന്നേക്കും, അത് ഉറപ്പല്ലേ. ദേവദാസിമാരെടുക്കത്തില്ല, ദേവദാസന്മാരെടുക്കത്തില്ല. നിങ്ങളുടെ സമയമല്ല ഇത്, ഞങ്ങൾ ഓടാനുള്ള സമയമാ ഇത്. ഇവിടോട്ട് നോക്കി ഇരിക്കാൻ പറ്റത്തില്ല, ഓടാനാ പറഞ്ഞു ഞങ്ങളോട്. ഇരിക്കരുതെന്ന്, ഇരിക്കരുത്. ഓടാൻ പറഞ്ഞ പിന്നെ എന്താ ചെയ്യണേ? അവൻ ഇത് രാത്രി എഴുന്നേറ്റ് പരിശുദ്ധാത്മ വലുത് ചെയ്യാൻ പോവാ, വലുത് ചെയ്യാൻ പോവാ. ഇത് രാത്രി ചില ദൈവ പ്രവൃത്തികൾ നമ്മളിലൂടെ ചെയ്യാൻ പോകുക. നമ്മുടെ മുമ്പിൽ വരുന്നതായ പ്രാർത്ഥന വിഷയം അടുത്ത ആളിലേക്ക് കൊടുക്കാതെ നമ്മൾ തന്നെ എഴുന്നേറ്റ് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടാൻ പോവുക. എനിക്ക് തോന്നി ഈ മെസ്സേജ് പറയാനായിട്ട് എനിക്ക് 10 മിനിറ്റ് എടുത്തോന്ന് അറിയത്തില്ല, എപ്പോഴാ വിളിച്ചു പറഞ്ഞതെന്ന് അറിയിച്ചില്ല. ഞാൻ റെഡിയാന്ന് പറഞ്ഞു. എന്തെന്നറിയാമോ? സമയത്തിനും അസമയത്തിനും ഒരുങ്ങിയിരിക്കുക. എന്നെ സംബന്ധിച്ച് എനിക്ക് കൊതിയാ. ദൈവനാമം ഉയർത്താൻ സമയമെല്ലാം കഴിഞ്ഞുപോയി. 43 കടക്കുക. ടൈം കഴിഞ്ഞുപോയി. ഓടിയാലും കൊതി തീരുന്നില്ല. പ്രാർത്ഥിച്ചാലും കൊതി തീരുന്നില്ല. വചനം വായിച്ചാലും കൊതി തീരുന്നില്ല. ആരാധിച്ചാലും കൊതി തീരുന്നില്ല. ഈ ഒരു സാന്നിധ്യത്തിനകത്ത മടിയില്ല. ഇന്നലെ ഒരു അനുഭവം പറയാ. എന്റെ തൊണ്ട രണ്ടും പൊട്ടി, തൊണ്ടയും പൊട്ടി, മൂക്കിനും ഭയങ്കര വേദന. ഞാൻ 2 മെസ്സേജ് കൊടുക്കണം. ദൈവകൃപയാൽ ഞാൻ കേറിയപ്പോ തൊട്ട് എന്റെ തൊണ്ട നന്നായി ഹീലായി. ഇന്നെനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ആഗ്രഹത്തോടെ കേറിയ കർത്താവ് നമ്മളെ തൊട്ടിരിക്കും. ആമേ. എനിക്ക് ആഗ്രഹമാ, കൊതിയാ, ഓടും. കർത്താവ് എവരെയൊക്കെ കൊണ്ടുപോകുന്നോ അവിടെ എല്ലാം ഓടാൻ റെഡിയാ. എവൻ എങ്ങോട്ടാണോ അയക്കുന്ന അങ്ങോട്ട്. ഇവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് ലൈവാ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയണില്ല. യേശുവിന്റെ നാമത്തിൽ പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതലായി ഞാൻ ഈ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞു, ഇവിടെ ഒച്ചയെടുക്കല്, പുറമേ ഒച്ചയെടുക്കലെന്നാ പറയുന്നത്. എനിക്ക് ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് നോക്കിയാ ഏറ്റവും നല്ല ബെസ്റ്റായ ഒരു ഇടം പോലീസ് സ്റ്റേഷനാണോ തോന്നുന്നത്. അവിടെയാകുമ്പോ സമാധാനത്തോടെ കിടന്ന് പ്രാർത്ഥിക്കാന്നാ തോന്നുന്നത്. കാരണം എപ്പോഴും കൊണ്ടുപോകണ്ടല്ലോ. ഞാൻ അതിന് ഒരുക്കവാ ദൈവനാമത്തിന് വേണ്ടി. ആമേൻ. എന്നാലും നിർത്തത്തില്ലെന്നാ പറഞ്ഞേ. അവിടെ വലിച്ചു പൊളിക്കും.
അല്ലെങ്കിൽ നമുക്ക് ആയുസ് തീരുമാനിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ഈ ദിവസങ്ങളിൽ കർത്താവ് എന്തെന്നില്ലാത്തൊരു ബലം, എന്തെന്നില്ലാത്തൊരു സാന്നിധ്യം സ്ത്രീകൾക്ക് ദൈവം ഇങ്ങനെ തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് വലുത് ചെയ്യാൻ പോകും. വലുത് വലുത് വലുത്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവദാസന്മാരെ ഒരു കാര്യമോ, ഈ കർത്താവിനെ ദൂഷിക്കുന്ന വാക്കൊക്കെ പറയുമ്പോ എന്തെന്നില്ലാത്തൊരു രക്തം തിളക്കുക, പറഞ്ഞിട്ട് കാര്യമില്ല. ഭയങ്കര രക്തം തിളക്കുക. ഈ ബാക്കി ഇവിടുത്തെ നമ്മുടെ ഒരു കാര്യത്തിലും വിഷയമില്ല. എനിക്ക് തിന്നാനോ കുടിക്കാനോ അതില്ല ഇതില്ല, അതൊന്നും വിഷയമില്ല. പക്ഷെ ദൈവിക കാര്യത്തിന് ഒരു ശകലം കുറവെത്തിയ ഭയങ്കര ബുദ്ധിമുട്ടാ. അത് നിങ്ങൾ എത്രത്തോളം എന്നോട് യോജിക്കുമെന്ന് അറിയത്തില്ല. എന്റെ ജീവിതത്തിലെ അനുഭവം ഞാനിങ്ങനെ കടന്നു വന്നത് കൊണ്ടായിരിക്കാം, എന്റെ എല്ലാ മേഖലയ്ക്കകം സ്ട്രഗിളിലൂടെ കടന്നു വന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ വിട്ടുകൊടുത്തില്ല. ഈ നാമത്തിന് വേണ്ടി വിട്ടുകൊടുക്കാതെ നിന്നത് കൊണ്ട് കർത്താവിനെ ഇത്രത്തോളം എത്തിച്ചു. ഇത് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, വില കൊടുക്കാൻ ഞാനൊന്ന് റെഡിയായ എന്നെ നിന്നെ മാനിക്കുവാൻ, എന്നെ നിന്നെ ഉയർത്തുവാൻ അവൻ ശക്തനാ. അതുകൊണ്ട് ഇത് രാത്രി വെള്ളിപ്പറ്റു എനിക്ക് തരാൻ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. കരം പിടിച്ചു, എഴുന്നേറ്റ് നടപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് പറഞ്ഞിട്ട് നിർത്താൻ പോകുകയാണ്. ദൈവാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ നമ്മൾ ഇറങ്ങി നിൽക്കുന്ന ഇടത്ത് റിസൾട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന്. ചിലതിന്റെ വായ അടപ്പിക്കുന്ന മറുപടിയോടെ എന്നെ നിന്റെ കൂടെ നിൽക്കുമെന്ന് ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. അഭിഷിക്തന്മാരെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവാത്മ പറയുന്നു, വിടുതൽ പ്രാപിച്ചവൻ കൂടെ നിൽക്കുമെന്ന്. പ്രതികരിക്കാൻ കഴിയാതെ റിസൾട്ട് നിൽക്കുമ്പോ പ്രതികരിക്കാൻ കഴിയാതെ ദൈവാത്മ പറഞ്ഞു, ചില മറുപടികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമെന്ന്. അത് മറുപടി പറയുമെന്ന്. അടയാളത്തോടെ, അത്ഭുതത്തോടെ, വീര്യപ്രവൃത്തിയോടെ അപ്പോസ്തലന്മാരുടെ കരത്താൽ വെളിപ്പെട്ട അതേ ശക്തി ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുമെന്നു ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ ദൂത് പറയുന്നു. ഞാനത് ഇറങ്ങി നിൽക്കാൻ റെഡിയാണോ? മഹത്തമായ പ്രവൃത്തിയെ, മഹത്തരമായ പ്രവൃത്തിയെ പരിശുദ്ധാത്മാവിലൂടെ ചെയ്യാൻ പോകുക. സ്വർഗപിതാവേ, നല്ല രാത്രിയിൽ ദൈവിക വചനമായി നിൽപ്പാൻ സ്വർഗം സഹായിച്ചുവല്ലോ. അങ്ങയുടെ സാന്നിധ്യം ഇത് രാത്രിയുള്ളതിനായി സ്തോത്രം ചെയ്തു. ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ലൈവിൽ കണ്ട ഓരോ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇനി കാണാൻ പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഇടത്ത് അങ്ങയുടെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തണമേ. അങ്ങിന്റെ രാത്രി തൊടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തണമേ. അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്തു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും, വയലിൽ അനുഗ്രഹിക്കും, സമസ്ത മേഖല അനുഗ്രഹം പ്രാപിക്കട്ടെ. പ്രാർത്ഥന കേട്ടിക്കാൻ യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസി ദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ മുമ്പിൽ കടന്നു വന്ന് കർത്താവ് ശക്തിയോടെ അഭിഷേകത്തോടെ ആമേൻ ഞങ്ങളുടെ മധ്യ കർത്താവ് ദൈവദാസി ഉപയോഗിച്ചതിനെ ഓർത്ത് മുഴു മഹത്വവും കർത്താവിന് അർപ്പിക്കുകയാണ്. അതുപോലെ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യ കടന്നു വന്ന ദൈവദാസിയുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് കടന്നു വരേണ്ട ദൈവദാസി കടന്നു വരാത്ത സമയത്തും ആവലോട് ഞങ്ങളുടെ മധ്യ തയ്യാറായി കടന്നു വന്ന കർത്താവിന്റെ ദാസിക്ക് പ്രൈസ് ദി ലോർഡ് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ മീറ്റിംഗിൽ സമയം കിട്ടുമ്പോഴൊക്കെ കടന്നു വരണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്തിൽ പിന്നെയും ശക്തിയോടെ എരിവോടെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കട്ടെ. ദൈവദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മീറ്റിംഗുകൾ പ്രത്യേക ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചകളിലുമാണല്ലോ നടക്കുന്നത്. അതുപോലെ തന്നെ മാസത്തിന്റെ പ്രാരംഭ ദിവസമുള്ള 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോഴേ പ്രാർത്ഥിച്ച് ഒരുങ്ങുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേക അനി ബേബി പാസ്റ്ററുടെയും അശ്വിനി സിസ്റ്ററുടെയും നേതൃത്വത്തിൽ നടക്കുന്ന രഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെയും മീറ്റിങ്ങിന് ദൈവം ഇത്രത്തോളം അനുഗ്രഹമായി കൊണ്ടുവന്നല്ലോ. കർത്താവിന്റെ ദാസനെയും ദാസി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം ധാരാളമായി ഇന്ന് രാത്രി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് തുടർന്ന് പ്രാർത്ഥിച്ച ഈ ശുശ്രൂഷകളെ ഇന്ന് രാത്രി ആമേൻ അവസാനിപ്പിക്കുമ്പോൾ കർത്താവിന്റെ ദാസി സുമബിജു നമ്മുടെ മധ്യം ഉണ്ടല്ലോ. കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ച് എളിയവൻ ആശീർവാദത്തോടെ ഇന്ന് രാത്രി പിരിയാം. കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ ആഴമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ,
ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് കർത്താവെ, അങ്ങയുടെ ആലോചനകളാൽ ഞങ്ങളെ നിറച്ചതിനായി സ്തോത്രം. അങ്ങയുടെ ദാസി അതിശക്തമായി കർത്താവെ, അഭിഷേകത്തോടെ കർത്താവെ, പ്രവചനാത്മാവിൽ കർത്താവെ, ഞങ്ങളുടെ മറ്റി ഉപയോഗിച്ചതിനായി നന്ദി പറയട്ടെ കർത്താവെ. ഹല്ലേലൂയ. അങ്ങ് ഏൽപ്പിച്ച കർത്താവെ ഓരോ ആലോചനയ്ക്ക് മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്മയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. കർത്താവെ, ഈ നാളുകൾ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ, ദൈവാത്മാവ് സംസാരിച്ച പോലെ തന്നെ കർത്താവെ, ഹല്ലേലൂയ, യോവേൽ പ്രവചനത്തിൽ പറയുന്നത് പോലെ ഒരു തലമുറ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് മനസ്സറിയുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ ദിനങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ സഞ്ചരിച്ചിട്ടില്ലാതെ വണ്ണം ആത്മീകമായൊരു കർത്താവ് വലിയൊരു യാത്രയ്ക്ക് വേണ്ടി കർത്താവെ, ആത്മാതലത്തിൽ വലിയൊരു യാത്രയ്ക്ക് വേണ്ടി കർത്താവെ, അവിടെ ഞങ്ങളെ കർത്താവെ ഹല്ലേലൂയ കണ്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരെയും കർത്താവ് അതിനായിട്ട് കർത്താവെ ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യട്ടെ കർത്താവെ. ദൈവകരങ്ങൾ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവെ. കടവന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളിൽ ശുശ്രൂഷ കർത്താവിന്റെ ദാസിയും കർത്താവെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. അതിശക്തമായി വരും നാളുകൾ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പിന്നെ ഉപയോഗിക്കണമേ കർത്താവെ. അങ്ങ് കൊടുത്തിരിക്കുന്ന കൊതിക്കായിട്ട് നന്ദി പറയട്ടെ കർത്താവെ. അതിശക്തമായ അങ്ങയുടെ കർത്താവെ മഹത്വത്തിനായി പിന്നെയും കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യട്ടെ കർത്താവെ. കർത്തദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഭാഷക്കായി കർത്താവെ സ്തോത്രം ചെയ്യട്ടെ. കുടുംബമായി അനുഗ്രഹിക്കണമേ കർത്താവെ. അനു ജോർജ് ഭാഷക്കായി പ്രാർത്ഥിക്കട്ടെ കർത്താവെ. അനുഗ്രഹിക്കണമേ, ശക്തമായി ഉപയോഗിക്കണേ കർത്താവെ. ഹാലയിലോ തലൽ വടങ്ങിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കായി, ദാസിമാർക്കായി, കുഞ്ഞുങ്ങൾക്കായി കർത്താവെ, സഹോദരി സഹോദരന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ മീറ്റിങ്ങുകളെല്ലാം വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വലിയ ദൈവപ്രവർത്തികൾ കർത്താവെ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിലൂടെ അനുഭവിക്കുവാൻ, കർത്താവിന് വ്യക്തിപരമായി കൂടുതൽ രുചിച്ചറിയുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ഒരിക്കൽ കൂടി ഞങ്ങൾ ഏവരെയും താഴ്മയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെ കർത്താവിന്റെ കാര്യങ്ങൾ താണിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മഹത്വം മാനം കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. സുമബിജി സിസ്റ്ററെ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സൂക്ഷിച്ച കർത്താവ് ദാസിയോടുള്ള ഹൃദയംഗമായ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമ്മുടെ ജോയൽ മോനോടുള്ള നന്ദി അറിയിക്കുന്നു.